പ്ലാനിങ് ഒന്നുമില്ലാതെ ഞങ്ങൾ ഊട്ടിയിലെത്തിയ സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ. 2 ദിവസമായിട്ട് നിലമ്പൂർ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം വെള്ളിയാഴ്ച ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴേക്ക് എന്നാ ഒന്ന് പോയേക്കാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇതാ ഞങ്ങൾ സ്നേഹ ബേക്സ് എന്ന് കുറച്ച് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5-3 മണിക്കൂറാണ് നമ്മുടെ വീട്ടിലേക്ക് ഉള്ളത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും നല്ല രാത്രി 12 മണി 12:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പം ഞങ്ങളിങ്ങനെ കക്കാടംപൊയിൽ പോയാലോ എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. രാവിലെ പോവുകയാണെങ്കിൽ കോടയൊക്കെ കിട്ടുന്നുള്ള അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാമനും മാമിയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നത്, നമുക്കെന്താ ഊട്ടിയിൽ പോകാം എന്നുള്ളത്. അപ്പം എല്ലാവരും ഒരു നിമിഷം എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല, സ്വെറ്ററും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ പോവുക, അതുപോലെ 2 ദിവസമേ ഉള്ളൂ, ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വരും വേണം. അങ്ങനെ എല്ലാവരും ഒറ്റ മൈൻഡായിരുന്നു. എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ പോവാം എന്നുള്ളതിലായി. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 2 കാറിലായിട്ടാണ് പോകുന്നത്. മാമൻ്റെ കാർ എടുക്കുന്നുണ്ട്, ഞങ്ങളുടെ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മയും അമ്മച്ചനും പോരുന്നില്ലായിരുന്നു. മാമനും മാമയും സച്ചു, കുഞ്ഞാവ, പാറു, പിന്നെ ഞങ്ങളുമാണ്. കാർ എടുത്തപ്പോൾ തന്നെ സീമോൾ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചങ്ങ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ നിർത്തി. ഞങ്ങളത് സർവത്താണ് കുടിച്ചത്. അച്ഛനും മാമനും ചായ മതി എന്ന് പറഞ്ഞു. പാട്ട് ഒച്ചക്കാത്ത ചുരമൊക്കെ കയറി ഏകദേശം അങ്ങ് വന്നപ്പോഴേക്ക് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. ഞങ്ങൾ വേറെയും വ്യൂ പോയിന്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിർത്തി. ഇതാണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. ഇത് കുറച്ചങ്ങ് കയറി പോകണം, പക്ഷെ നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു. ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഈ വ്യൂ പോയിന്റിൻ്റെ നേരെ റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പുറത്ത് പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വരണം. പ്രത്യേകിച്ച് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കുറച്ചിങ്ങ് ഫ്രണ്ടിലോട്ട് വന്നപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടായി. എല്ലാവരും ഒന്ന് സ്റ്റോപ്പായി. കാരണം നല്ല വെയിലായിരുന്നു, നല്ല നട്ടുച്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു കയറ്റാണ് കേട്ടോ, ഒരു കുന്നാണ്. അപ്പോൾ അത് കയറും വേണം. അപ്പോൾ എല്ലാവർക്കും ഒരു മടിയായി. കാരണം വെയിലൊക്കെ കൊണ്ടിനി കയറണ്ടേ എന്നുള്ളൊരു, അങ്ങനെ അവരാരും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. സച്ചും കുഞ്ഞാവും ഞാനും ഷിൻചാട്ടനും കൂടെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ആ മല കയറുമ്പോൾ തന്നെ കുറച്ചൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലായിട്ട് നല്ലൊരു സ്ഥലം കാണാട്ടോ, ഒരു പാറക്കല്ലൊക്കെ ആയിട്ട്. അവിടെ നിന്ന് തന്നെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റായിരുന്നു. ഇതാ ഈ കാണുന്ന വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു മടിയായി, കാരണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് വേണ്ട, കാരണം ഞങ്ങൾ നിന്ന സ്ഥലം തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ വ്യൂ പോയിന്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാൻ പറ്റിയ ഒരു ഏരിയ കാര്യങ്ങളും ഒരു കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. ഇതാ ഈ കഴിക്കുന്ന ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ള കേക്കാണ്. ഞങ്ങളവിടെ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചപ്പം അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയതാണ്. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഹലോ ഹലോ
വീഡിയോ എടുക്കല്ല, വീഡിയോ കോൾ ചെയ്യണം. ഞാൻ കഴിവ് തെളിക്കട്ടെ. ഒരാളാക്കി ചീറ്റിനോളും കൂടെ വീഡിയോ എടുത്തിട്ടെ വയറിലാവട്ടെ. ഇത് പോകുന്ന വഴിക്ക് ഒരു ഡാമാണ്, പക്ഷെ ഇതൊരു വ്യൂ പോയിന്റ് ആയിട്ടൊന്നുമില്ല. ശരിക്കും ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അത്യാവശ്യം ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വ്യൂ പോയിന്റ് മെൻലക് ഡൗൺസ് ആയിരുന്നു. പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. കുറേ പേര് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പം പൈൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പൈൻ ഫോറസ്റ്റിലോട്ട് കയറി. ഡോഗി വെള്ളം കുടിക്കണ്ട. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുതിരസവാരി ഉണ്ട്. ചെറിയൊരു റൗണ്ട് മാത്രമേ അടിക്കുള്ളൂ. അതിനവർ 300 രൂപയാണ് പറയുന്നത്. ഞങ്ങൾ കുഞ്ഞാമൻ പാറമാണ് കയറിയത്. പാറു പാറു കിട്ടുന്നൊക്കെ ടാറ്റൊക്കെ കൊണ്ടാ. അവർ തിരിച്ചെത്തിയതിന് ശേഷം ഞങ്ങൾ സിയമോള് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് സിയമോള് ഫുള്ള് കരഞ്ഞ് കൊളാക്കിയിട്ടുണ്ടായിരുന്നു. പേടിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഇറക്കി. പക്ഷെ ഫോട്ടോസ് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മരങ്ങള് ആന വരുന്നേ. ഇതാണ് നമ്മള് ഫോട്ടോ എടുത്തിരുന്നത്. ഫോട്ടോ ഒന്നും പടന്ന് ടീ ടൈം ആയിട്ടുണ്ട്. നമ്മളതവിടെ അടിപൊളി കട, നല്ല വ്യൂ ഉള്ള കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഊട്ടിയിലെ ഒരു ടിപ്പിക്കൽ വില്ലേജ് ആണ്. ഫേമസ് കടയാണ്. ഫേമസ് ചായ കടയാണ്. ഇവിടുത്തെ കൾട്ടിവേഷനാണ്. ഇത് ബീറ്റ്റൂട്ട്, ഇതൊക്കെ ബീറ്റ്റൂട്ട് കൃഷിയാണ്. ഇത് ക്യാരറ്റ്, ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്യാരറ്റൊക്കെ ഇത് പൊട്ടിച്ച് വെറുതെ താഴെ ഇട്ടിച്ചിട്ടുണ്ട്. ഇതാ, ആർക്കും വേണ്ടാതെ കുറേ ക്യാരറ്റ്. ഈ ക്യാരറ്റൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും.
ഇത് കോളിഫ്ലവർ. അങ്ങനെ വേറെ വേറെ പലതരം കൃഷികൾ പല ഏരിയാസിലുണ്ട്. പുതിയ കൾട്ടിവേഷനും തുടങ്ങിയിട്ടുണ്ട് അടുത്ത ഏരിയ. ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഊട്ടി മെയിൻ ടൗണിലെത്തി. കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ മാജിക് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറയെ തേയിലത്തോട്ടൊക്കെയാണ്. അടിപൊളി വ്യൂ ആണ്. ഇത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ നിന്നെടുത്ത വീഡിയോ ആണ്. റൂമിൽ കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നൈറ്റ് പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ ഹോട്ടലിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ തന്നെ നല്ലൊരു കേരള ഹോട്ടലുണ്ട്. അവിടെ നമുക്കൊരുവിധം എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. വെജും നോൺ വെജും ഒക്കെ കിട്ടും. മറ്റോടത്തിനെക്കാട്ടി നല്ല പൊറോട്ട. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പം ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ചായ കൂടെ കുടിക്കണം എന്ന് തോന്നി. അങ്ങനെ എല്ലാവരും ഒരു ചായ പറഞ്ഞു. ഇതോടെ നമ്മളെവിടെയാ? നമ്മൾ ഊട്ടിയിൽ വൈബാക്കാൻ വന്നതാണ്. ഇഞ്ചോടെ നടപ്പോയി കുതിക്കുക. പുക വരുന്നുണ്ട്, കിട്ടുന്നോക്കട്ടെ. ഇവിടെ നോട്ടില്ല. ആ അവിടെ നോക്കി. ഊട്ടിയിലിപ്പോൾ ടെമ്പറേച്ചർ കുറവാണ്. ആകെ 15 ഡിഗ്രി ഉള്ളൂ. ഊട്ടീൻ്റെ ടെമ്പറേച്ചർ വെറും 15 ഡിഗ്രി. ആ കിട്ടി. ഇഞ്ചോടെ സ്മോക്കിംഗ്. ഒരു ചായ കുടിച്ചിട്ടുണ്ടാക്കി. രാത്രി ആയപ്പോഴേക്കും 15 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വന്നത്. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയായിരുന്നു. ഇത് ഞങ്ങൾ നിന്ന റിസോർട്ടിൽ ക്യാമ്പ് ഫയർ ആയിരുന്നു. ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവരോട് പറയണം. അങ്ങനെയാണെങ്കിൽ അവർ ഫയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് പേരാണ്. അവർ ഫാമിലി ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവരും കൂടെ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് സ്വെറ്ററും അതുപോലെ തന്നെ സീമോക്ക് കുറച്ച് വിളൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഊട്ടി ഡേ 1 ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.